ഈ ജപ്തിക്ക് ഇരയായ KP മൃദുല ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താ സംഭവിച്ചത്? എന്താ അന്നെ ഒഴിപ്പിക്കാൻ വേണ്ടിട്ടാ വരുന്നത്. എനിക്ക് വേറെ പോകാൻ ഒരു ഇടവും ഇല്ല, പിന്നെ ഒരു വഴിയുമില്ല. അവർക്ക് അന്നെ ഒഴിപ്പിക്കണം. പിന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല, 10 പൈസ വാങ്ങിയിട്ടില്ല. ഇവൻ എല്ലാരെയും പറ്റിച്ചിട്ടുണ്ടോലും. ഈ ടീച്ചറിയെ 1 ഉറുപ്പ്യ നമ്മൾ വാങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ എന്നിട്ടും പറഞ്ഞ് നമ്മൾ അടക്കാം, എന്നാ പിന്നെ നമ്മൾ അടക്കാം. അവര് കേൾക്കുന്നില്ല ഒന്നും. നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടക്കാനാണോ തീരുമാനം? വേറെ പോവാൻ ഒരു ഇടവില്ല? ഒരു ഇടവില്ല, എനിക്ക് ഒരു ഇടവില്ല. പിന്നെ അവരെന്നെ കൊല്ലേണ്ടി വരും. എനിക്ക് ഒരു ഇടവില്ല. ഇവിടെ കിടക്കും? ഇവിടെ കിടക്കും. രാത്രി എന്ത് ചെയ്യും? രാത്രി ഞാൻ ഇവിടെ കിടക്കുവാന്നല്ലാണ്ട് ഞാനത് ചെയ്യാം. ഒരിടവില്ല പോകാൻ. ഇങ്ങനെ ഈ ജപ്തി ചെയ്യുന്ന വീട് പൂട്ടുന്നത് നിങ്ങളെ അറിയിച്ചിരുന്നു? ഇല്ല, ഇന്നലെ ഒന്നും അറിയിച്ചിട്ടില്ല. നമ്മൾ ഹൈക്കോടതിയിൽ കൊടുത്തതാ. അതുകൊണ്ട് ഇവര് വരുമെന്ന് നമുക്ക് ഇന്ന് അറിയില്ല. ഇന്ന് ചെയ്യും. എന്താ ചെയ്യാ? ഇടന്നു പോകാൻ കഴിയൂല. എന്തായാലും KP മൃദുലയാണ് നമ്മളോട് സംസാരിച്ചത്. മൃദുല പറയുന്നത് പോകാൻ മറ്റൊരു ഇടമില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഈ വരാന്തയിൽ കിടക്കുക എന്നത് മാത്രമാണ് പോംവഴി എന്നാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കണ്ണൂരിൽ വീട് ജപ്തിയായതിനെ തുടർന്ന് പെരുവഴിയിലായി ഒരു കുടുംബം. പയ്യാമ്പലം പോസ്റ്റ് ഓഫീസിന് സമീപത്തെ KP മൃദുല, സഹോദരൻ KP ശ്രീജിത്ത് എന്നിവർക്കാണ് പോകാൻ ഇടമില്ലാതെയായത്. ചൊവ്വ സഹകരണ ബാങ്കിൽ നിന്ന് 10 ലക്ഷം വായ്പ എടുത്തതിനാണ് ജപ്തി. വീടിന്റെ വരാന്തയിൽ കിടക്കുകയാണ് കുടുംബം. മൃദുലയുടെ സഹോദരൻ KP ശ്രീജിത്ത് കൂടിയുണ്ട്. അദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. എന്താണ് ശരിക്കും ഇതിന്റെ എന്താണ് സംഭവം? നമ്മൾ വെച്ചാൽ 1 ഉറുപ്പ്യ എടുത്തിട്ടില്ല. ബാങ്കുകാർക്ക് ഇട്ടിച്ചേരാൻ എടുത്തത് പൈസ. അതുകൊണ്ട് നമുക്ക് ഒരു അധികം ഇതില്ല, പിന്നെ ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്തമില്ല. ബാങ്കുകാർ ഇന്ന് വന്ന് ഒഴിപ്പിച്ചു, വീട് പൂട്ടി സീൽ വെച്ചു. നമ്മൾ ഇനി എന്താ കിടക്കുന്നവർ ഇല്ല, നമുക്ക് വേറെ പോകാൻ വഴിയില്ല. അപ്പം അങ്ങനെയൊക്കെയല്ല ഉള്ളത്. ആകെ നിങ്ങളുമാണ് ഇവിടെ ഉള്ളത്, ഇവിടെ നിൽക്കുന്നത്. വേറെ ഒരു വഴിയുമില്ല, വേറെ ഒരു വീടും ഇല്ല. ഇനിയിപ്പോൾ എന്താ വഴിയൊന്നുമില്ല. ഇപ്പോൾ ബാങ്കുകാർ സീലും വെച്ച് പോയി, വീട് സീലും വെച്ച് പോയി. ഇന്ന് രാത്രി കിടക്കാനും ഇല്ല, വഴിയില്ല. ഇവിടെ തന്നെ കോനായിക്ക് തന്നെ കിടക്കും. ഇപ്പം എന്താണ് ഇതിന്റെ ഒരു കഥ? എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത്? ഇട്ടിച്ചെറിയാൻ ബാങ്കുകാരും കൂടിയിട്ട് ഇതിന്റെ നമ്മൾ രേഖ ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് രേഖ പണിയും വെച്ചിട്ട് 10 ലക്ഷം എടുത്തു. ഇട്ടിച്ചെറിയാൻ മുങ്ങി. ആ ബാങ്കുകാർ നമ്മളോട് ഇന്നവരെ പറഞ്ഞിട്ടില്ല. ഇത് അവർ വന്നിട്ട് നോട്ടീസ് അടിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് ഇത് നമ്മൾ പെട്ടിട്ടുണ്ട്. അതിനുശേഷം കോടതി പോയി. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസുള്ളത്. അപ്പോൾ ഹൈക്കോടതി കേസുള്ളപ്പോൾ തന്നെ ഇവർ വന്നിട്ട് വീട് സീൽ ചെയ്ത് പോയി. ഇങ്ങനെ ജപ്തി ചെയ്യുന്ന കാര്യമൊന്നും അറിയില്ല. ഇന്നറിയില്ല, ഇന്ന് നമ്മൾ അറിയില്ല. ഇന്ന് ഹൈക്കോടതിയിലെ കേസുള്ളത്. നമുക്കിപ്പോൾ ഇതിനെപ്പറ്റി അറിയില്ല. അതാ സംഭവം. ഇനിയിപ്പോൾ ഒരു വഴിയില്ല നമുക്ക്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഏറെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, ഏറെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ണൂർ പയ്യാമ്പലത്തെ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ ഈ വീട്ടിൽ കണ്ടത്. വീട് ജപ്തിയായതിനെ തുടർന്ന് പോകാൻ ഇടമില്ലാതെ ഒരു സഹോദരങ്ങൾ വീടിൻ്റെ വരാന്തയിൽ കിടക്കുകയാണ്. KP മൃദുല, സഹോദരൻ KP ശ്രീജിത്ത് എന്നിവരാണ് ഇങ്ങനെ ഈ പോകാൻ ഇടമില്ലാതെ ഈ വീട്ടുവരാന്തയിൽ കിടക്കുന്നത്. ചൊവ്വ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 2010 10 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഇത് പലിശയടക്കം 17 ലക്ഷമായിട്ടുണ്ട്. ഇത് തിരിച്ചടക്കാത്തതിനെ തുടർന്നാണ് വീട് ജപ്തിയായത്. അങ്ങനെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ വായ്പ എടുത്തത് ഇവരല്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. മറ്റൊരാൾ തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ജപ്തി നടപടികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ സങ്കടകരമായ കാര്യം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ വീട് ജപ്തി ചെയ്ത് അത് അടച്ചുപൂട്ടി താഴിട്ട് പോകുന്നത് വലിയ ഒരു മാനുഷിക പ്രശ്നം കൂടിയാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അതായത് ഈ സഹകരണ ബാങ്കിൽ നിന്ന് എടുക്കുന്ന വായ്പയ്ക്ക് തിരിച്ചടവ് വീടാണ് എങ്കിൽ, ഈ ഈട് വെക്കുന്നത് വീടാണെങ്കിൽ ജപ്തി ചെയ്യരുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ ഈ അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി കഴിഞ്ഞ വർഷം
2025 ഫെബ്രുവരിയിൽ നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. അത്തരം ഉത്തരവുകൾ ഈ സഹകരണ ബാങ്കുകൾക്ക് ഇത് പൊതുനിർദ്ദേശമായി നൽകും എന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീട് ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ നിയമവശം എന്തു തന്നെ ആയാലും ഒരു കുടുംബം പോകാൻ ഒരു ഇടമില്ലാതെ ആ കുടുംബം ഇങ്ങനെ വലിയ സങ്കടത്തിൽ നിൽക്കുകയാണ്. വീടിൻ്റെ വരാന്തിയിൽ കിടക്കുക എന്നല്ലാതെ തങ്ങൾക്ക് മറ്റ് പോംവഴിയില്ല എന്നാണ് കരഞ്ഞുകൊണ്ട് മൃദുല ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കിടക്കും, എന്തു സംഭവിച്ചാലും ശരി, ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇത് അടക്കാം, ഈ തുക 17 ലക്ഷം തുക നമ്മൾ അടക്കാം എന്നും ഇവർ പറയുന്നുണ്ട്. നമ്മൾ എടുത്ത വായ്പ അല്ലെങ്കിൽ കൂടി ഇത് അടക്കുന്നതിന് തയ്യാറാണ്. പക്ഷേ അതിന് സാവകാശം തരണം. ഈ വീടിങ്ങനെ ജപ്തി ചെയ്ത് പൂട്ടിപ്പോകുന്നത് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അർജുൻ.